എൻ്റെ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. അതുകൊണ്ട് ഞാൻ ബിസിനസ് കോൺക്ലേവിലെത്തുന്ന സംരംഭകർക്ക് മോട്ടിവേഷൻ നൽകാനാണ് സംഘാടകർ അനിൽ ബാലചന്ദ്രനെ ക്ഷണിച്ചത്. പക്ഷേ സദസ്സിലുള്ളവർക്ക് ലഭിച്ചത് മറ്റൊന്നാണ്. ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് നാണമില്ലയോടെ നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണം. ജീവിക്കണ്ടേ? ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. 2 മണിക്ക് ആരംഭിക്കേണ്ട പരിപാടിയിൽ അനിൽ ബാലചന്ദ്രൻ എത്തിയത് തന്നെ 3 മണിയുടെ അടുത്താണ്. സംസാരത്തിൽ തുടർച്ചയായി അസഭ്യവാക്കുകൾ പ്രയോഗിച്ചതായി സംഘാടകർ പറഞ്ഞു. ഇത് അധിക നേരം കേട്ടിരിക്കാൻ സദസ്സിന് കഴിഞ്ഞില്ല. ഇതോടെയാണ് സംരംഭകർ ചോദ്യം ചെയ്തത്. ഇപ്പോൾ കണ്ട വീഡിയോക്കാട്ടും കൂടുതൽ അസഭ്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കാരണം ലേഡീസർക്ക് കേൾക്കാൻ പറ്റാത്ത പല വാക്കുകളും, ദ്വയാർത്ഥം വരുന്ന പല വാക്കുകളും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ആ ക്ലാസ് സത്യം പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത ായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് നാണമില്ലയോടെ നിനക്കൊക്കെ. സദസ്സിലുള്ള കൂടുതൽ പേർ അനിൽ ബാലചന്ദ്രനെതിരെ തിരിഞ്ഞതോടെ പരിപാടി നിർത്തി മടങ്ങേണ്ടി വന്നു. ഇദ്ദേഹം വിചാരിച്ചത് ഒരാൾ പറഞ്ഞപ്പം ആ ആൾ മാത്രമേ പ്രശ്നം ഉണ്ടാക്കുള്ളൂ എന്നാണ് ആൾ കരുതിയത്. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചിട്ട് മറ്റുള്ള ആളുകളും കൂടി അതിലേക്ക് കയറി വന്നു. അപ്പം പിന്നെ ആൾക്ക് മനസ്സിലായി എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് എന്നുള്ള ആൾക്ക് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് മെല്ലെ തടി തപ്പല്ലാതെ വേറെ വഴിയില്ല. തടി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും കൂടി ഇറക്കി വിട്ടു. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ 2 ദിവസങ്ങളിലായാണ് ബിസിനസ് കോൺക്ലേവ് നടന്നത്. സമൂഹ മാധ്യമങ്ങളിലെ പ്രശസ്തി കണ്ടാണ് അനിൽ ബാലചന്ദ്രനെ ക്ഷണിച്ചത്. പ്രശസ്ത ഗായിക സിത്താരയുടേത് ഉൾപ്പെടെ നിരവധി പരിപാടികൾ മീറ്റിന്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്നും സംഘാടകർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.